എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്നറിയോ? ഇത് ഈ നിൽക്കുന്നത് കടലച്ചെടിയാണ്. ഇതേ കണ്ടില്ലേ പൂ നിൽക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ കടല വേസ്റ്റ് ഇട്ടപ്പോൾ അവിടുന്ന് തനിയെ മുളച്ചുണ്ടായതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് ഇതിൽ പൂ വന്ന് അതിൽ കായ് ഉണ്ടാവും വിചാരിച്ചിട്ട് കുറേ ദിവസമായി വിചാരിക്കും. അപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കായ് കിട്ടി. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ നിറയെ കായ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇതിന് ശരിക്കും എനിക്ക് ഇങ്ങനെ എപ്പോഴാണ് വിളവെടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനപ്പോൾ നോക്കുമ്പോൾ ഇതേ കണ്ടില്ലേ കായ് കണ്ടു. ഇത് ഈ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇനിയിപ്പോൾ നിറയെ അതിൻ്റെ ഉള്ളിൽ കായ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് പുഴക്കാൻ നോക്കി. കുറേ തവണ ഇത് അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കായ് ഇറങ്ങണതൊക്കെ കണ്ടു. എനിക്കറിയില്ല അത് കായ് ഇത് ആയിട്ടില്ല എന്ന്. ഒരെണ്ണത്തിന് നോക്കിയപ്പോൾ അത് മൂത്തത് കണ്ടപ്പോൾ ഞാൻ ആയിട്ടുണ്ടാവും വിചാരിച്ചു. ഇത് കണ്ടില്ല ഇപ്പുറത്തെ സൈഡെല്ലാം നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് നിറയെ കായ് ഉണ്ടാകുന്നു. അങ്ങനെ ഞാനത് പുഴക്കിയെടുത്തു. എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ഞാനത് പുഴക്കിയെടുത്തു. നോക്കുമ്പോൾ ദേ ഒരു 3-4 കായുള്ളൂ. ബാക്കി കുഞ്ഞത് പിന്നെ കിഴങ്ങ് ഇറങ്ങണേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇത് കണ്ടില്ലേ നിറയെ അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായ്കൾ വന്നിട്ടുണ്ട്. അതിൽ 1-2 ചപ്പയായി പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2-3 അതിൽ കായ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ഇതിങ്ങനെ പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കായായിട്ട് മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും എന്താ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാകെ ഒരു 3-4 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി.